ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ എന്താ പഠിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഡെഫും ഡിഫൈനും തമ്മിലുള്ള ആഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ആഷ് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രീ പ്രോസസർ സ്റ്റേജിൽ വരുന്നതാണ് പ്രീ പ്രോസസർ. അപ്പൊ എന്താണ് അത് ഈ ആ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോസ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ മാക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പോലെയാണ് യൂസ് ചെയ്യുക. ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ആണ്. ആ പ്രീ പ്രോസസർ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ആ റീപ്ലേസ്മെന്റ് ചെയ്യും. ഓക്കെ. പിന്നെ അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഡിഫൈൻ എന്ന് റീപ്ലേസ്മെന്റ് ചെയ്യണതൊക്കെ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഡെഫ് എന്താണ്, ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുകയാണ്. പക്ഷെ എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിന്റെ പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീഡ് ചെയ്യാനൊക്കെ റീഡബിലിറ്റിയും ഈ മെയിൻറ്റനബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് എന്തിനാ, അപ്പൊ ഈ സ്ട്രക്ചറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്ട്രക്ചർ പോയിന്റർ ഒക്കെ ആണെങ്കിൽ നേരെ സ്ട്രക്ചറും നെയിമും ഡാറ്റ ടൈപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് പകരം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ് എന്നുള്ള മെയിൻ നമുക്ക് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ആഷ് ഡിഫൈൻ. ഓക്കെ. കെ എന്നിട്ട് ഇൻഡ് ന്യൂ ഇത് പറഞ്ഞാൽ ഇൻഡ് സ്റ്റാർ ആക്കിയിട്ട് എഴുതി. ഓക്കെ. ഇതെന്താ ഇന്റിജർ പോയിന്റർ അല്ലേ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്നുള്ളത്. ഇപ്പൊ ഞാൻ എഴുതി ഇൻഡ് അല്ല, ഇൻഡ് പി ടി ആർ, ഇൻഡ് പി ടി ആർ, ഇൻഡ് പി ടി ആർ കെ എൽ എം. എന്നിട്ട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, നമ്മളപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആഷ് ഡിഫൈനിൽ ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ് സ്റ്റാർ പി ടി ആർ, ഇൻഡ് പി ടി ആർ അല്ലേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യണം എന്ത്, ഇൻഡ് സ്റ്റാർ വെച്ചിട്ട്. അപ്പൊ എന്താ ഉണ്ടാവുക, ഈ കെ മാത്രമായിരിക്കും പോയിന്റർ, എല്ലും എമ്മും ഇന്റീജർ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. സ്റ്റാർ കെ ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. ഇനിയിപ്പോ സ്റ്റാർ എൽ ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. ഇവിടെ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. സെഗ്മെന്റേഷൻ എറർ ആണ് വരുന്നത്. കാരണം എന്താണ്, എൽ എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. ഓക്കെ, പോയിന്റർ അല്ല. അപ്പൊ പോയിന്റർ അല്ല മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ അവിടെ ടൈപ്പ് ഡെഫ യൂസ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ. ടൈപ്പ് ഡെഫ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത, നമ്മൾ ഇൻഡ് സ്റ്റാർ നമ്മൾ ആദ്യം വെക്കും. ഓക്കെ. എന്നിട്ടുള്ള പുതിയ ഡാറ്റ ടൈപ്പിന് പേര് എന്താണ്, ഇൻഡ് പി ടി ആർ അല്ല, ഇൻഡ് പി ടി ആർ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോയിന്ററായി മാറി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എൽ എം ഒക്കെ പോയിന്ററായി. അപ്പൊ സ്റ്റാർ എൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഓക്കെ ഓക്കെ നമുക്ക് എം ഈക്വൽ ടു 100. എം ഈക്വൽ ടു 100 കൊടുത്തു. ആംബ്രസെന്റ് എം പ്രസന്റ് എം. ഓക്കെ. രണ്ടോട്ടും ഒരേ ഇത് പറ്റില്ല. കണ്ട, ഇത് രണ്ടും എന്താണ്, പോയിന്റർ ആണ്, കെയും എല്ലും. ഓക്കെ. ഇനിയിപ്പോ ഞാനിപ്പോ സ്റ്റാർ കെ ഈക്വൽ ടു 122 കൊടുത്ത് എന്തായി, 122 കൊടുത്തു. ഇനിയിപ്പോ സ്റ്റാർ എല്ലാണ് ഒരു 12 കൊടുത്ത് എന്തായി, 12 അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, ടൈപ്പ് ഡെഫും ആഷ് ഡിഫൈനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞാൽ ന്യൂ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പുതിയൊരു പേരിൽ ക്രിയേറ്റ് ചെയ്യുക എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിന് തന്നെ. പിന്നെ എന്താ, നമ്മുടെ ആഷ് ഡിഫൈൻ ആണെങ്കിൽ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക ടെക്സ്റ്റ്. ഓക്കെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക വീഡിയോസ്.